ഇനി മറ്റു വാർത്തകളിലേക്ക്. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനുള്ള ജില്ലാ കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് ജില്ലാ കമ്മിറ്റി ചേരുന്നത്. S സതീഷ്, TC ഷിബു, R അനിൽകുമാർ, CB ദേവദർശൻ, PR മുരളീധരൻ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. ആസിഫ് മുഹമ്മദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആസിഫ്, ഈ സമ്മേളന കാലത്തൊക്കെ ഒരു തലമുറ മാറ്റം ദൃശ്യമായിരുന്നു CPIMന്റെ സമ്മേളനങ്ങളിലെല്ലാം. അത് എറണാകുളത്തും ഉണ്ടാകും? രജിഷ, തീർച്ചയായും എന്തായാലും CPIMന്റെ പുതിയ എറണാകുളം ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള യോഗം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 10:30 കൂടിയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ ഒരു യോഗം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, CN മോഹനൻ CPIMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി കഴിഞ്ഞ സമ്മേളന കാലം തിരഞ്ഞെടുത്തിരുന്നു. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒഴിവ് വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും S സതീഷിൻ്റെ പേരടക്കമാണ് ഇപ്പോൾ സജീവമായി പരിഗണനയുള്ളത്. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം തന്നെ DYFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. സതീഷിൻ്റെ പേര് സജീവമായി പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മറ്റ് ചില പേരുകൾ കൂടിയാണ് സജീവമായി ചർച്ചയിൽ ഇപ്പോൾ ഉള്ളത്. ഇന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ആ പേരുകളിൽ ഏതാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അന്തിമമായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TC ഷിബു, R അനിൽകുമാർ, CB ദേവദർശൻ, അതുപോലെ തന്നെ PR മുരളീധരൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവമായ പരിഗണനയിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു രജിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ തലമുറ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. സതീശ് ആ ഒരു പരിഗണനകൾ കൂടി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട CPIMന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലും സംസ്ഥാനത്തും വിദ്യാർത്ഥി യുവജന പ്രവർത്തന രംഗത്തൊക്കെ സജീവമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സതീശിൻ്റെ പേരിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം മറ്റ് പേരുകളും സജീവമായ ചർച്ചയിലാണ്. എറണാകുളം ജില്ലയെ നയിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു നേതൃത്വം, അത് വിഭാഗീത കാലമെല്ലാം അവസാനിച്ച് സമ്മേളന കാലങ്ങളിലൊന്നും വിഭാഗീതയില്ലാതെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതടക്കം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താഴെത്തട്ടിലുള്ള സമ്മേളന കാലത്തിലെല്ലാം വിഭാഗീത പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിപ്പിച്ച് എറണാകുളത്ത് ജില്ലാ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പരിഗണിക്കുന്ന പേരുകളിൽ ആര് വന്നാലും അങ്ങനെ പാർട്ടിയെ ശക്തമായി നയിക്കാൻ കഴിയുന്ന പേരുകൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്ന വന്നിട്ടുള്ളത്. ഈ കർഷക തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ടടക്കം പ്രവർത്തിക്കുന്ന TC ഷിബുവിൻ്റെ അടക്കം പേരുകൾ ഇപ്പോൾ സജീവമായി പരിഗണനയിലുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഇന്ന് തെരഞ്ഞെടുക്കും. ശരി ആസിഫ്, എന്തായാലും CN മോഹൻ്റെ പിൻഗാമിയായി ആരായിരിക്കും എറണാകുളം ജില്ലാ കമ്മിറ്റിയെ നയിക്കാൻ എത്തുക എന്നത് അല്പസമയത്തിനകം അറിയാം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും അറിയാം.